ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കൊച്ച് ഫോർ ലേൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഏറ്റവും സിമ്പിളായ രീതിയിൽ ടെൻസസ് പഠിക്കുക എന്നുള്ളതാണ്. ഇത് കൂടുതലായി യൂസ് ചെയ്യുക റിപ്പോർട്ടഡ് സ്പീച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നോക്കാം. സബ്ജക്റ്റ് എന്താ? രണ്ട് തരം സബ്ജക്റ്റ് ഉണ്ട്. ഒന്ന് സിംഗുലറും പ്ലൂറലും. സിംഗുലറിൽ പെടുക ഏതാ? ഷീ, ഹി, ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരൊക്കെ ഇതൊക്കെ എന്താണ്? സിംഗുലറിലാണ് പെടാം. ദെൻ പ്ലൂറൽ ഇവിടെ എന്തോ ഐ, യു, ദേ ഇതൊക്കെ എന്താണ്? പ്ലൂറൽ ഫോംസ് ആണ്. ഇനി പ്രസൻറ്റ് ടെൻസിൽ പെടുന്ന 4 ഫോംസ് ഉണ്ട്. ഒന്ന് സിമ്പിൾ പ്രസൻറ്റ് എന്താ? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ദെൻ പ്രസൻറ്റ് കണ്ടിന്യൂസിലോ ഈസ്, ആർ ഓർ ആം പ്ലസ് ing വെർബ്. ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റിലോ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം. ഹാസ് എവിടെ യൂസ് ചെയ്യുക? സിംഗുലറിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഷീ ഹാസ്, ഹി ഹാസ്, ഇറ്റ് ഹാസ് എന്നൊക്കെയാണ് ഉപയോഗിക്കുക. ദെൻ ഹാവോ പ്ലൂറിൻ്റെ കൂടെ ദേ ഹാവ്, വി ഹാവ് എന്നൊക്കെയാണ് യൂസ് ചെയ്യുക. യു ഹാവ്, ഐ ഹാവ് എന്നൊക്കെ. ദെൻ പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം. പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ing. ഹാസ് എവിടെയാണ്? സിംഗുലറിൻ്റെ കൂടെയാണ്. ഹാവോ പ്ലൂറിൻ്റെ കൂടെയാണ്. ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം സബ്ജക്റ്റിൻ്റെ ഫോം അനുസരിച്ച്. ദെൻ ബീൻ പ്ലസ് വെർബിൻ്റെ ing ഫോം. അപ്പോൾ കൂടുതലായിട്ട് ഇതിങ്ങനെ ഓരോന്നായി സെപ്പറേറ്റ് ആയി പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി സിമ്പിളായിട്ട് തോന്നും. സിമ്പിൾ പ്രസൻറ്റാണ് ഫസ്റ്റ് ഫോം പ്രസൻറ്റ് ടെൻസിൽ. സിമ്പിൾ പ്രസൻറ്റ് എങ്ങനെ കാണാം? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ എന്താ? ഹി റൈറ്റ്സ് എ ലെറ്റർ. ഹി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സബ്ജക്റ്റ്. നമ്മൾ മുമ്പേ പറഞ്ഞു സബ്ജക്റ്റ് സിംഗുലറിൽ പെടുന്നതാണ് എന്ത്? ഹി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വെർബിന് എന്ത് വന്നത്? എസ് ഫോം വന്നത്. വെർബിന് എസ് ഫോം എപ്പോഴാണ് വരാം? സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴാണ് വെർബിന് എസ് ഫോം വരാം. അതുകൊണ്ട് ഹി റൈറ്റ്സ് എ ലെറ്റർ എന്നായി. ഇവിടെ ദേ ആണെങ്കിലോ ദേ റൈറ്റ് എ ലെറ്റർ എന്നേ വരുള്ളൂ. വേറൊരു എക്സാമ്പിൾ ദേ പ്ലേ ഫുട്ബോൾ. ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. വെർബ് എന്താണ്? പ്ലേ എന്നുള്ളതാണ് ഒബ്ജക്റ്റ് ഓഫ് ഫുട്ബോൾ. ഇനി ഷീ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഷീ പ്ലേസ് ഫുട്ബോൾ എന്ന് വരാം. പിന്നെ ഹി ഈറ്റ്സ് ആൻ ആപ്പിൾ. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ഈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? വെർബാണ്. അപ്പോൾ വെർബിന് എസ് ഫോം വന്ന് ഈറ്റ്സ് എന്നുള്ളത്. ദെൻ ആൻ ആപ്പിൾ. ആൻ വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ആപ്പിൾ എന്താണ്? വവ്വൽ സൗണ്ടാണ്. വവ്വൽ സൗണ്ടിൻ്റെ ഫ്രണ്ടിൽ എന്താ യൂസ് ചെയ്യുക? ആൻ ആണ് യൂസ് ചെയ്യുക. ദെൻ സെക്കൻഡ് പ്രസൻറ്റ് കണ്ടീഷൻ ആണ് സെക്കൻഡ് വൺ. ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ing വെർബാണ് ഉള്ളത്. എക്സാമ്പിൾ എങ്ങനെയാണ്? ഹി ഈസ് വാക്കിംഗ്. ഹി എന്ന് പറയുന്നത് ഇവിടെ എന്താ? സബ്ജക്റ്റാണ്. ഈസ് എന്ന് വന്നതുകൊണ്ട് എന്താണ്? ഇവിടെ ഓൾറെഡി പറഞ്ഞു എന്താണ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഈസ് അല്ലെങ്കിൽ ആർ. ഈസ് എവിടെ യൂസ് ചെയ്യുക? സിംഗുലറിൻ്റെ കൂടെ യൂസ് ചെയ്യുക. ആരോ പ്ലൂറൽ ഫോംസിൻ്റെ കൂടെയാണ് ആർ യൂസ് ചെയ്യുക. ആം എവിടെ യൂസ് ചെയ്യുക? അതിൻ്റെ കൂടെ മാത്രമേ ആം യൂസ് ചെയ്യുള്ളൂ. പിന്നെ വെർബിൻ്റെ ing ഫോം. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ്. ഈസ് എന്താണ്? ഈസ് എന്താ? ഹി സിംഗുലർ ആയ കാരണമാണ് ഇവിടെ യു യൂസ് ചെയ്തത്. ദെൻ വെർബിൻ്റെ ing ഫോം. വാക്കിൻ്റെ ing ഫോമാണ് വാക്കിംഗ്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാം. ഇപ്പോൾ ഞാൻ എഴുതുകയാണെങ്കിൽ എന്താ പറയുക? ഐ ആം റൈറ്റിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ആം ടീച്ചിങ്, ഐ ആം ടോക്കിംഗ്. അങ്ങനെയൊക്കെ വെർബിൻ്റെ ing ഫോം വെച്ചിട്ട് പറയാം. ദെൻ ദേ ആർ പ്ലേയിങ്. ആർ വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പ്ലൂറലാണ്. പ്ലൂറലിൻ്റെ കൂടെ എപ്പോഴും എന്താണ്? ആർ യൂസ് ചെയ്യുക. സിംഗുലറിൻ്റെ കൂടെ ഈസും. ദേ ആർ പ്ലേയിങ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് കണ്ടിന്യൂസ് പ്രസൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഐ ആം റൈറ്റിംഗ്. ഞാൻ എന്താണ്? എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ തേർഡ് വേർഡാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെ? ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഹാസ് എവിടെ വരാം? സിംഗുലറിൻ്റെ കൂടെയാണ് ഹാസ് എപ്പോഴും വരാം. ഷീ ഹാസ്, ഹി ഹാസ്, ഇറ്റ് ഹാസ് എന്നൊക്കെ പറയുന്നത് പോലെ. ഹാവ് എവിടെയാണ്? പ്ലൂറിൻ്റെ കൂടെ. യു ഹാവ്, ഐ ഹാവ്, വി ഹാവ് എന്നൊക്കെ പറയും. ദേ ഹാവ് എന്നൊക്കെ. പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം. ഫോർ എക്സാമ്പിൾ ഹി ഹാസ് ഈറ്റൻ. ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഹാസ് വന്നത്. ഈറ്റൻ എന്ന് പറയുന്നത് ഈറ്റിൻ്റെ തേർഡ് ഫോമാണ്. അപ്പോൾ വെർബിന് തേർഡ് ഫോം പഠിച്ചിരിക്കേണ്ടതാണ്. പിന്നെ ദേ ഹാവ് റിട്ടൺ. ദേ എന്ന് പറയുന്നത് പ്ലൂറലാണ്. അതുകൊണ്ടാണ് ഹാവ് വന്നത്. റിട്ടൺ എന്ന് പറയുന്നത് വെർബിൻ്റെ തേർഡ് ഫോമാണ്. ദെൻ
ഐ ഹാവ് പ്ലേഡ്. ഐ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലൂറലിലാണ് ഉൾപ്പെടുക. ഐ ഹാവ് പ്ലേഡ് പ്ലൂറലിൻ്റെ കൂടെ ഹാവ് യൂസ് ചെയ്തു, സിംഗുലറിൻ്റെ കൂടെ ഹാസ് യൂസ് ചെയ്തു. പ്ലേഡ് എന്ന് പറയുന്നത് പ്ലാൻഡ് തേർഡ് ഫോമാണ്. ദെൻ പ്രസൻറ്റ് ടെൻസിലെ നാലാമത്തെ ഫോമായിട്ടുള്ള പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ എന്താ? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. ഫോർ എക്സാമ്പിൾ, ഹീ ഹാസ് ബീൻ റൈറ്റിംഗ്. ഹീ എന്ന് പറയുന്നത് എന്താ? സിംഗുലറാണ്. ഹാസ് എന്താ? സിംഗുലർ ആയ കാരണം ഇവിടെ ഹാസ് യൂസ് ചെയ്ത്. പ്ലൂറൽ ആണെങ്കിലോ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഹീ ഹാസ് ബീൻ ഇവിടെ വന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ബി യൂസ് ചെയ്തു. ദെൻ റൈറ്റിൻ്റെ ING ഫോമായിട്ടുള്ള റൈറ്റിംഗ്. പിന്നെ ദേ എന്ന് പറയുന്നത് പ്ലൂറലാണ്, അതുകൊണ്ടാണ് ഹാവ് ഇവിടെ യൂസ് ചെയ്തത്. ദേ ഹാവ് ബീൻ പ്ലേയിങ് എന്നായി. പ്ലേൻ്റെ ING ഫോം. ഐ എന്താണ്? പ്ലൂറൽ ഫോമാണ്, അതുകൊണ്ടാണ് ഐ ഹാവ് ബീൻ റീഡിങ് എന്ന് വന്നത്.